സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A2ന്റെ 7th ചാപ്റ്റർ ആണ്. അതിലെ മോഡ്യൂൾ 1. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ. ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ആണ്. അതായത് ദെൻ എന്നൊരു കണക്ടറിനെ പറ്റിയാണ്. സോ ഒരു സെന്റൻസിൽ എപ്പോഴാണ് നമ്മൾ ദെൻ യൂസ് ചെയ്യുക എന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, സോ ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ആസ് എ കൺജക്ഷൻ ആയിട്ടാണ്, ടു ഗീവ് എ റീസൺ. സോ നമ്മൾ മോസ്റ്റ്ലി എപ്പോഴാണ് ദെൻ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ആസ് എ കൺജക്ഷൻ ടു ഗീവ് എ റീസൺ. ഒരു റീസൺ പറയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദെൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് നിങ്ങൾ ഓർത്താണ് വൈലും ഒരു റീസൺ അല്ല യൂസ്. അതെ, വൈലും നമുക്ക് അതൊരു കണക്ടർ ആണ്, അതും നമ്മൾ ഒരു റീസൺ പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു സെന്റൻസിൽ ഇവ രണ്ടും യൂസ് ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. വൈൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വൈൽ എഴുതി കഴിഞ്ഞാൽ അതൊരു നേപൻസാൻസ് ആണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വരും, വെർബ് ഏറ്റവും ലാസ്റ്റ് പോകും എന്നൊക്കെ നമുക്കറിയാം അല്ലേ? സോ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ദെൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിന്റെ രണ്ടിന്റെ മീനിങ്സ് ഒന്നാണ്. ഓക്കെ, ദെൻ യൂസ് ചെയ്യുന്നത് ബിക്കോസ് എന്നൊരു മീനിങ് ആണ്. നമുക്ക് ബിക്കോസ് അതായത് കാരണം പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഈഷ് ലേൺ എ ഡോയിഷ്, ദെൻ ഈഷ് വിൽ ഇൻ ഡോയിഷ്ലാൻഡ് സ്റ്റുഡിയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ഈഷ് ലേൺ എ ഡോയിഷ്, ഞാൻ ഡോയിഷ് അതായത് ജർമ്മൻ പഠിക്കുന്നു. ബിക്കോസ് കോമ ദെൻ വന്നു, ബിക്കോസ് ഈഷ് സബ്ജക്റ്റ് വന്നു, ദെൻ ഈഷ് വിൽ ഇൻ ഡോയിഷ്ലാൻഡ് സ്റ്റുഡിയർ. സോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദെൻ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് എന്തോ വരുന്നത്? സെക്കൻഡ് പൊസിഷൻ ആണ് എന്തിന്റെ? വെർബിന്റെ. സോ ബൊള്ളൻ എന്ന വെർബാണ് വിൽ എന്നത് വന്നിരിക്കുന്നത് അല്ലേ? സോ ദെൻ എന്ന കണക്ടർ യൂസ് ചെയ്തതിന് ശേഷം സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞ് ഒട്ടനെ വെർബ് വരും. ബട്ട് വൈൽ യൂസ് ചെയ്യുമ്പോൾ എവിടെയാണ് വെർബ്? എന്തായിരിക്കും? ആ എൻഡിലാണ് അല്ലേ? സോ ദെൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കോമ കഴിഞ്ഞ് ദെൻ നമ്മൾ എഴുതുന്നു. സോ ബിക്കോസ് ഒരു കാരണം അവിടെ പറയാണ്. സോ സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ വെർബ് വരും. ലാസ്റ്റ് ഇവിടെ അല്ല. ഓക്കെ, വൈലിലാണ് ലാസ്റ്റ് വെർബ്. രണ്ടാമതൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. Sie arbeitet heute nicht, then sie ist krank. ഓക്കെ, അവൾക്ക് ഇന്ന് heute means today അവൾക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. then because എന്താണ് അർത്ഥം? അവള് സിക്ക് ആണ്. സോ ഈ ഒരു സെന്റൻസ് നോക്കിയേ, sie arbeitet heute nicht, then sie ist krank. so then sie ist krank അല്ലേ? സോ then കഴിഞ്ഞ് എന്ത് വന്നു? സബ്ജക്റ്റ് വരും, then see പിന്നെ വെർബ് വന്നു, ഉടനെ തന്നെ വെർബ് വന്നു. ഓക്കെ, അതുകൊണ്ടാണ് ദെൻ സി ഈസ്റ്റ് ക്രാങ്ക് എന്ന് വന്നത്. അടുത്തൊരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know. Mario sucht eine Freundin, then ist allein. Then Mario സെർച്ച് ചെയ്തൊരു ഗേൾ ഫ്രണ്ടിനെ, ബിക്കോസ് ദെൻ അവൻ ഈസ് അലൈൻ, കാരണം അവൻ ഒറ്റയ്ക്കാണ്. സോ ഇവിടെ നമുക്ക് കാണാം ദെൻ സബ്ജക്റ്റ് വന്നു, പിന്നെ വെർബ് വന്നു. ഓക്കെ, അടുത്ത കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ ഷെസ് അതിനെ പിസ്സ, ഈ ഷെസ് അതിനെ പിസ്സ, ദെൻ ഈ ഹാബ് ഹുങ്കർ, ഞാൻ എന്ത് കഴിക്കുന്നു? ഒരു പിസ്സ കഴിക്കുന്നു. ബിക്കോസ് എനിക്ക് എന്നിട്ട് വിശക്കുന്നു. സോ അവിടെ നമുക്ക് കാണാം ദെൻ ഈ ഹാബ്. സോ അത് വെർബ് ഏതാണ്? ഹാബ് എന്ന വെർബ. സോ സബ്ജക്റ്റ് കഴിഞ്ഞ് എന്ത് വന്നു? ഉടനെ തന്നെ വെർബ് വന്നിട്ട് നമുക്ക് കാണാം. Thus, auto is oft
കപ്പൂട്ട്, ആ ഓട്ടോ അല്ല ആ കാർ എന്താണ്, ഡാമേജ്ഡ് ആയി. ബിക്കോസ് ദെൻ ഈസ് എന്താണ് ഷോൺ ആൾട്ട്. ഈ ഷോണിൻ്റെ അർത്ഥം ഓൾറെഡി അത് പഴകി അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ഒരു കാറാണ്, അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, കപ്പൂട്ടായി പോയത്. സോ നമുക്കിവിടെ കാണാം ദെൻ സബ്ജക്റ്റ് വന്നു, പിന്നെ വെർബ്. ദെൻ ഈസ് ഷോൺ ഔട്ട് അല്ലെങ്കിൽ ദെൻ ഈസ് ഷോൺ ആൾട്ട്, ഓൾഡ് ആയിട്ട്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ് സോൾട്ട് വിനീഗർ കഫേ ഡ്രിങ്കർ. ദെൻ കഫേ മാർക്ട് നെർവോസ്. എന്താണ് അർത്ഥം? സോൾട്ട് ബൈസ് ചെയ്ത് കുറച്ച് കോഫി കുടിക്കാം. ബിക്കോസ് എന്താണ്, ബിക്കോസ് കാഫേ മാർക്ക് നെർവോസ് ആണ്. അതായത് ഒരു കഫേ അതായത് കാപ്പി അല്ലെങ്കിൽ കോഫി എന്താവുമ്പോൾ നെർവസ് ആകും. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് എക്സാം. ഈ ഒരു എക്സാമ്പിളുകൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണ്, വെർബിന്റെ പൊസിഷൻ എന്താണ്, ദെൻ എന്ന കണക്ടർ യൂസ് ചെയ്യും. സോ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. സോ നമുക്കൊരു സിമ്പിൾ സെന്റൻസ് നമുക്ക് പ്രകാരം പറയാം. ദെൻ സാഡ്സെ അല്ലെങ്കിൽ ദെൻ സാഡ്സെസ് ഇൻ ഹബ്സ്റ്റാറ്റ്സ് ദാസ് വെർബ് സ്റ്റേറ്റ്സ് ഓഫ് പൊസീസീവ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ദെൻ സ്റ്റേറ്റ്സ് ഒരു സെന്റൻസിൽ സിൻ ഹബ്സ്റ്റാറ്റ്സ് അതെന്തായിരിക്കും, ഹബ്സ്റ്റാറ്റ്സ് ആയിരിക്കും. ദാസ് വെർബ് അവിടെ വെർബിന്റെ സ്റ്റേറ്റ് ഓഫ് എത്ര അതായത് പൊസിഷൻ സ്വൈ അതായത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും വെർബ് വരുന്നത്. ദെൻ എന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും വെർബ് വരുന്നത്. ഇനി വൈൽ സാഡ്സെസ് ഈസ് നേബൻസാഡ്സെ. വൈൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു നേബൻസാഡ്സെ ആണ്. ദാസ് വെർബ് സ്റ്റെക്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും, ആം എൻഡഡ് ആയിരിക്കും. അതാണ് ദെന്നും അതായത് ദെന്നും അതുപോലെ വൈലും തമ്മിലുള്ള ഡിഫറൻസ് ഇത് രണ്ടുമാണ്. ഓക്കെ, സോ വെർബിന്റെ പൊസിഷൻ രണ്ടിടത്തും രണ്ടിടത്തും വൈൽ യൂസ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് ആയിരിക്കും, ബട്ട് വെർബ് ലാസ്റ്റ് ആയിരിക്കും. ബട്ട് ദെൻ യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ, ബട്ട് അത് കഴിഞ്ഞ് എന്ത് വരും, സെക്കൻഡ് പൊസിഷൻ ആണ് നമ്മൾ വെർബ് വരും. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദെൻ എന്നൊരു കണക്ടറാണ്. സോ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. ഓക്കെ, സോ വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത്. ബൈ. ചൂസ് ഓഫ് വിദർസേ. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact CPT for getting nursing admissions in Germany.